നിങ്ങളുടെ വീട്ടിൽ കാണുന്ന ആ ഫ്രിഡ്ജ് ഒരു പ്രമേഹ ഔഷധമാണോ? ഇയാൾക്ക് എന്താ തലയ്ക്ക് ഒരു ഇത് മുഴ വന്നപ്പോഴേക്കും തലയുടെ റിലേ പോയോ എന്ന് ചിന്തിക്കാൻ വരട്ടെ. യഥാർത്ഥത്തിൽ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയുടെ സിമിത്തേരി അല്ല. ചിലരെങ്കിലും അതിനെ അടുക്കളയുടെ ഒരു സിമിത്തേരി, അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ തള്ളാൻ വേണ്ടി ഒരു പെട്ടിയായിട്ട് കാണാറുണ്ട്. വെറും ഒരു പെട്ടി. നോ, അല്ല. നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി മാത്രമല്ല, പ്രമേഹ ചികിത്സയ്ക്ക് ഫ്രിഡ്ജിന് വളരെ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇൻസുലിൻ സൂക്ഷിക്കേണ്ട ഒരു ഡിവൈസായിട്ട് മാത്രമല്ല, ഒരു ഹോം അപ്ലയൻസ് ആയിട്ട് മാത്രമല്ല. ഓഫ് കോഴ്സ് ഇൻസുലിൻ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം എന്നാണ് എൻ്റെ ആദ്യം മുതലുള്ള നിലപാട്. 2 to 8 degrees, 2 മുതൽ 8 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വേണം ഇൻസുലിൻ സൂക്ഷിക്കാൻ. അതിന് ഫ്രിഡ്ജ് തന്നെയാണ് ഉത്തമം, ഒരു സംശയമില്ല. പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു കാലാവസ്ഥയിൽ കേട്ടോ. ഇനിയിപ്പോൾ പ്രമേഹ ചികിത്സയുടെ ഭാഗത്തേക്ക് തിരിച്ചു വരാം. എങ്ങനെയാണ്? ആദ്യം ഞാൻ പറഞ്ഞു ആരോഗ്യം സംരക്ഷിക്കാൻ ഫ്രിഡ്ജ് വളരെ നല്ലതാണെന്ന്, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. ഇപ്പോൾ ഫ്രഷ് വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, നമ്മൾ പാചകം ചെയ്യുന്ന ഏത് വിഭവം ആയിക്കോട്ടെ, ഫ്രിഡ്ജിൽ വെച്ചാൽ തീർച്ചയായിട്ടും അത് ദീർഘനാളത്തേക്ക് നിൽക്കും എന്ന് മാത്രമല്ല, അതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വിഷയം അതല്ല. വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇത് ദീർഘനാളത്തേക്ക് നിൽക്കുമ്പോൾ ഇതിൻ്റെ ന്യൂട്രീഷൻ, ഇതിൻ്റെ പോഷക ഗുണം ഫ്രിഡ്ജിൽ വെക്കുന്നതിലൂടെ പലപ്പോഴും നന്നായി വരാറുണ്ട്, ഗുണകരമായിട്ട് വരാറുണ്ട്, ഭേദപ്പെടാറുണ്ട്. അത് പലർക്കും അറിയില്ല. നമുക്കെല്ലാവർക്കും അറിയാം പോഷകഗുണം നഷ്ടപ്പെടില്ല, പെട്ടെന്ന് വെക്കണമെന്ന് മാത്രം. അതുപോലെ വെജിറ്റബിൾസ് ആണെങ്കിൽ അത് വെക്കേണ്ട ഒരു രീതിയുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. എല്ലാത്തിനും ഓരോ രീതികളുണ്ട്. ഇപ്പോൾ ഗ്രീൻ പീസ് ആണെങ്കിൽ പെട്ടെന്ന് ഫ്രീസ് ചെയ്യണം, എന്നിട്ട് ഫ്രീസറിൽ വേണം അത് സൂക്ഷിക്കാൻ. അപ്പോൾ ദീർഘനാളത്തേക്ക് അത് കേടാവാതെ, അങ്ങനെ എല്ലാത്തിനും അതിൻ്റേതായ രീതികളുണ്ട്. അത് വേറൊരു വീഡിയോയിലൂടെ ചെയ്യാം. ഇപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഈ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. റെസിസ്റ്റൻസ് സ്റ്റാർച്ചസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഡയബറ്റീസിൽ. എന്താണ് ഈ റെസിസ്റ്റൻസ് സ്റ്റാർച്ച്? സിമ്പിൾ. സ്റ്റാർച്ച് നമ്മുടെ ശരീരത്തിൽ, അതായത് നിങ്ങളിപ്പോൾ ചോറോ, ഗിവ് യു ആൻ എക്സാമ്പിൾ, ചോറോ ചപ്പാത്തിയോ നിങ്ങൾ പാകം ചെയ്യുകയാണ്. എന്നിട്ട് നിങ്ങൾ ഉടനെ അത് കഴിക്കുന്ന ഒരു വശത്ത്, മറുവശത്ത് നിങ്ങളിത് പാകം ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ആ ചോറിനോ ചപ്പാത്തിയിലോ റെസിസ്റ്റൻസ് സ്റ്റാർച്ചിൻ്റെ അളവ് കൂടും. എന്ന് വെച്ചാൽ നിങ്ങൾ അതിൽ നിന്ന് പുറത്തെടുത്തിട്ട് വീണ്ടും ഇത് ചൂടാക്കി കഴിക്കുമ്പോൾ ഈ സ്റ്റാർച്ചസ് പെട്ടെന്ന് നിങ്ങളുടെ ശരീരം ആഗിരണം ചെയ്യില്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ സ്പൈക്സ്, നിങ്ങൾ ഡയബറ്റിക് അല്ലെങ്കിലുള്ള സംഭവമാണ് ഈ പറയണത് കേട്ടോ. ഈവൻ ഡയബറ്റിക് ആണെങ്കിൽ പോലും ഇത് ഗുണം ചെയ്യും. ഓഫ് കോഴ്സ് വി ഓൾ നോ ഡയബറ്റിക് അല്ലെങ്കിൽ ഇത് ഗുണം ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ശാസ്ത്രീയ വശം എന്താണെന്ന് വെച്ചാൽ, ഈ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് നിങ്ങളുടെ ശരീരം പെട്ടെന്ന് ആഗിരണം ചെയ്യില്ല, പെട്ടെന്ന് ബ്ലഡ് ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഇൻസുലിൻ ക്രമാതീതമായി ഉൽപ്പാദനം നടക്കില്ല. ക്രമാതീതമായ ഉൽപ്പാദനമാണ് പലപ്പോഴും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതൽ സങ്കീർണമാക്കുന്നത്. ഫാക്റ്റ്. അപ്പോൾ ഈ ബ്ലഡ് ഗ്ലൂക്കോസ് സ്പൈക്സ് ആണ് അതിന് കാരണമാവുന്നത്. ആ ബ്ലഡ് ഗ്ലൂക്കോസ് സ്പൈക്സ് ഇല്ലെങ്കിൽ ഇൻസുലിൻ സെക്രീഷൻ കുറേയും കൂടി നോർമലൈസ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റും, നിങ്ങൾക്ക് ഇൻസുലിൻ ഡെഫിഷ്യൻസിയും കുറയ്ക്കാൻ പറ്റും, പ്രമേഹം വരാനുള്ള സാധ്യതയും കുറയും. അതിനൊക്കെ കാരണക്കാരനാരാ? നമ്മുടെ ഫ്രിഡ്ജ്. ഒന്ന് ചിന്തിക്കൂ, ശരിയല്ലേ? ഇനി ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ഈ റെസിസ്റ്റൻസ് സ്റ്റാർച്ചസിൻ്റെ കൂടെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ നിമിഷം തന്നെ അതിൽ സൂക്ഷ്മാണുക്കൾ പെറ്റുപെരുകും. എന്നാൽ ഫ്രിഡ്ജിൽ വെക്കുന്നതിൽ ഈ പ്രക്രിയ 10-1 കുറയും. ഏത്? ഈ മൈക്രോബ്സ് അതിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന പ്രക്രിയ 10-1 കുറയും. ഫ്രോസൺ ആണെങ്കിൽ ആ പ്രക്രിയ ഏതാണ്ട് ഇല്ലാതെ തന്നെ ആവും. എന്ന് വെച്ചാൽ പുറത്ത് 1 മണിക്കൂറിനുള്ളിൽ കേടാവുന്ന സാധനത്തിന് ഒരാഴ്ചയോളം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും, കേടാവാതെ തന്നെ വെക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പോഷകമൂല്യം വർദ്ധിക്കുന്നതെന്ന് മാത്രമല്ല, ഈ പറയുന്ന സൂക്ഷ്മാണുക്കൾ കാരണം ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഡയബറ്റീസിനൊരു കാരണമാണ്. അപ്പോൾ ഡയബറ്റീസ് തടയുന്നതിൽ ഈ ഒരു രീതിയിലും നമുക്ക് ഫ്രിഡ്ജിനെ കാണാൻ പറ്റും. ശരിയല്ലേ? വെരി ഇമ്പോർട്ടൻറ്റ്. ഇനിയിപ്പോൾ വേറൊരു കാര്യം, നമുക്ക് മീൽ പ്രെപ്പിംഗ് എന്ന് പറയും. മീൽ പ്രെപ്പിംഗ് എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, നമ്മൾ എന്ത് തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കാൻ പോകുന്നത് നമുക്ക് പ്ലാനിങ് ചെയ്യാൻ പറ്റും. അതുപോലെ പോർഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഈ പറയുന്ന ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾക്കായിരിക്കും നമുക്ക് കൂടുതൽ അളവൊക്കെ തിട്ടപ്പെടുത്താൻ പറ്റുന്നത്, അല്ലേ? വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഫ്രഷ്നെസ് ഫാക്ടർ എന്ന് പറയുമ്പോൾ പച്ചയായിട്ടുള്ള സാധനം, പച്ച നിറത്തിലുള്ളതിനെങ്കിൽ ആ പച്ചപ്പ് നിലനിർത്തുന്നതിന് ഫ്രിഡ്ജിൻ്റെ പങ്ക് ചെറുതൊന്നുമല്ല.
ഓഫ് കോഴ്സ് അത് സൂക്ഷിക്കേണ്ട രീതിയിൽ വേണം ഫ്രിഡ്ജിൽ വെക്കാൻ. അപ്പം നിങ്ങൾ വല്ല പച്ചമല്ലിയൊക്കെ എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ട് അത് വാടിപ്പോയി, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോയി, അല്ലെങ്കിൽ കേടായിപ്പോയി എന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പോൾ ദിറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റോർ ഇറ്റ് ഇൻ ദ റൈറ്റ് വേ. പക്ഷേ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ആ ഫ്രഷ്നെസ് ഫാക്ടറും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം പറഞ്ഞ ഇൻസുലിൻ്റെ ഒരു വശം. ഇനി ചില മരുന്നുകൾ, ഇൻഫാക്ട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ മരുന്നുകളും, എസ്പെഷ്യലി ക്യാപ്സ്യൂൾസ് ഭയങ്കര ടെമ്പറേച്ചർ സെൻസിറ്റീവാണ്. അവ നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ഈ വേനൽക്കാലത്തെ താപനില വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും അത് കേടാവും. അപ്പോൾ അതിൽ ചിലതെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഉദാഹരണം ബി കോംപ്ലക്സ് ക്യാപ്സ്യൂൾസ് ഉണ്ടല്ലോ, എപ്പോഴും നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം. അതുപോലെ ഇഞ്ചെക്റ്റബിൾസ് ആയിട്ടുള്ള മിക്കവാറും എല്ലാം, ഇഞ്ചെക്റ്റബിൾസ് ആയിട്ട് ഇൻസുലിൻ മാത്രമല്ല, ഈവൺ നോൺ ഇൻസുലിൻ ഇഞ്ചെക്റ്റബിൾ, ഈ GLP-1 എന്നൊക്കെ പറയല്ലോ, ഒസംപിക്കിനെ പോലെയുള്ള ഇഞ്ചെക്ഷൻസ്, അതെല്ലാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഈ പറഞ്ഞ ഗുണങ്ങൾ ഫ്രിഡ്ജിനുണ്ടെന്നുള്ളത് ആർക്കും ഒരിക്കലും നിഷേധിക്കാൻ പറ്റുന്ന ഒന്നല്ല. എങ്കിലും ഫ്രിഡ്ജിനെ നമ്മൾ അടുക്കളയുടെ സെമിത്തേരി ആയിട്ട് കാണുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്, അല്ലേ? ഇനിയെങ്കിലും നമ്മൾ ആ ഫ്രിഡ്ജിൻ്റെ ഉപയോഗം തിരിച്ചറിയണം. അത് എങ്ങനെയാണ് നല്ല രീതിയിൽ നമുക്ക് ഡയബറ്റീസ് മാത്രമല്ല ഒരുപാട് രോഗങ്ങൾ വരാതിരിക്കാൻ ഫ്രിഡ്ജ് നമ്മളെ സഹായിക്കും. പിന്നെ ഇതിൽ കമൻറ്റ് ചെയ്യുന്നത് ചിലരെങ്കിലും ചാടിക്കയറി പറയും, ഓ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ മറ്റേ കറണ്ട് ബില്ല് കൂടുമല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ അത് വേറൊരു അവസരത്തിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ കറണ്ട് ബില്ല് കൂടുന്നതല്ലല്ലോ ഇവിടെ വിഷയം. ഇവിടെ ടു യൂസ് ഇറ്റ് പ്രോപ്പർലി ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളുടെ വിലയേറിയ കമൻസ് ആൻഡ് നിങ്ങളുടെ അറിവ്, ഫ്രിഡ്ജിനെ കുറിച്ച് ഉപയോഗിച്ച് അറിവുള്ളവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയേക്കാവുന്ന ഗുണങ്ങൾ ഓർ ഇവൻ ദോഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി എഴുതി അറിയിക്കുക. ആൻഡ് നമ്മളിപ്പോൾ കത്തുകളും സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. വി ഗോ ത്രൂ ഓൾ ദോസ് ലെറ്റേഴ്സ്, സോ ഡു റൈറ്റ് us യുവർ ലെറ്റേഴ്സ്. പഴയ കാല ഓർമ്മകളിൽ അല്ലേ, ആ ഒരു അതിനെ പഴഞ്ചൻ എന്നൊക്കെ ചിലർ വിശേഷിപ്പിക്കാം. പക്ഷേ എപ്പോഴും ഒരു നൊസ്റ്റാൾജിയ ഉള്ളത് ഒരു ഗൃഹാതുരത്വം ഉള്ളൊരു സംഭവമാണത്. കത്തുകൾ എഴുതുക നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ. ആൻഡ് ഞങ്ങളുടെ അഡ്രസ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡു പോസ്റ്റ് ടു us ആൻഡ് ഡു പോസ്റ്റ് യുവർ കമൻറ്റ്സ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.